അത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഒരു ഇൻഡിപെൻഡന്റ് സെക്സ് ലൈഫാണ് ഇതിലൂടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് സെക്സ് ലൈഫാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വേറെ ചിലർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരവരുടെ റൊമാൻറ്റിക് ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും പിന്നെ എന്താണ് എനിക്ക് വേണ്ടത് ഒരു റിലേഷൻഷിപ്പിൽ എന്ന് മനസ്സിലാക്കാനുമാണ് വേറൊരു കൂട്ടം ആൾക്കാർ കാഷ്വൽ റിലേഷൻഷിപ്പ് തേടി പോകുന്നത്. അപ്പോൾ എന്താ ഈ കാഷ്വൽ റിലേഷൻഷിപ്പിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. സോ ഒരൊറ്റ വീഡിയോയിൽ ഇതെല്ലാം കൂടെ പറയാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഷോർട്ടാക്കി പറയുന്നത്. അപ്പൊ ഇതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് രണ്ടുപേരും ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒരാൾക്ക് അത് സീരിയസ് ആവണമെന്ന് വല്ലാണ്ട് തോന്നിപ്പോവും. അതായത് ഇയാൾ എനിക്ക്